ഹായ് നമസ്കാരം, എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം. ഞാൻ പട്ടാമ്പിയിൽ നിന്ന് കണ്ണൂരിലേക്ക് വരുന്ന ട്രെയിൻ യാത്രയുടെ വിശദാംശങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ആ സുന്ദരമായ കാഴ്ചയിലൂടെ നമുക്ക് എത്തി നോക്കാം. വരൂ. അപ്പോൾ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ വണ്ടി കയറി. രാവിലെ ആയിരുന്നു. ആ സുന്ദരമായ പ്രഭാതത്തിൽ നമ്മുടെ ആ ഒരു ദിവസത്തെ എനർജി, പ്രോട്ടീൻ എല്ലാം കിട്ടുന്നത് ഈ യാത്രയിലായിരിക്കും അല്ലേ. പ്രകൃതി സുന്ദരമായ കാഴ്ചകളിലേക്കൂടി നമുക്ക് ആ ദൃശ്യഭംഗി ഉണർത്താം. ഒപ്പം നിങ്ങളും ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ് തരിക. അങ്ങനെ കേരളത്തിൻ്റെ ആ സുന്ദരമായ കാഴ്ച ആസ്വദിച്ച് ഞാൻ വണ്ടിയിൽ കയറിയിരുന്ന് യാത്ര ചെയ്യുന്നു. അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല. നോക്കത്താ ദൂരത്ത് പാടങ്ങളും മലകളും ആ കേരള തനിമ ഉണർത്തുന്ന ഒരു സംഭവം തന്നെയാണ്. മനസ്സിന് വല്ലാത്തൊരു ഫീൽ, ഒരു അനുഭവം കിട്ടുന്നതാണ് അല്ലെ യാത്രകളും. ആ മല നോക്കിറങ്ങുന്ന ദൂരത്ത് അവിടെ നിന്ന് നോക്കുമ്പോൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ എന്തൊരു മനോഹരം, ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ എന്ത് മനോഹരം. ഭാരതപ്പുഴ ഒരു സൈഡിലൊഴുകുന്നു. എന്തൊരു ഭംഗിയാണ്. ഭാരതപ്പുഴയിലെ തിരുനാവായയിൽ കുംഭമേള നടക്കാൻ പോകുന്നുണ്ട് ജനുവരിയിൽ അല്ലേ. ആ മഹാകുംഭമേളയിൽ നമുക്കെല്ലാവർക്കും പങ്കെടുക്കാൻ സാധിക്കുമെങ്കിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക. ഭാരതപ്പുഴയുടെ തീരത്താണ് തിരുനാവായ ക്ഷേത്രത്തിനടുത്ത്. ഈ കാണുന്നത് ഭാരതപ്പുഴയാണ്, അതിസുന്ദരമായ ഭാരതപ്പുഴ. നൂറ്റാണ്ടുകൾ മുന്നേ ഈ ഭാരതപ്പുഴ നിറഞ്ഞ് കവിഞ്ഞ് വേനലിലും നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്നതായിരുന്നു. ഇപ്പോൾ അത് ചെറിയ ചെറിയ കഷണങ്ങളായി മാറി മാറി വെള്ളം കുറഞ്ഞ് നോക്കൂ ഇതുപോലെ ഇരിക്കും. വലിയൊരു കാലി മൈതാനം പോലെ ഉണ്ടല്ലേ. ഒരുപാട് മണലെടുപ്പും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതൊക്കെയാണ് വെള്ളത്തിൻ്റെ വരവിന് കോട്ടം സംഭവിച്ചത്. ഈ ഭാരതപ്പുഴയെ കാണുമ്പോൾ നരസിംഹത്തിൽ മോഹൻലാൽ എണീറ്റ് വരുന്ന ആ രംഗമില്ലേ, ഫസ്റ്റ് ഷോട്ട്, അതാ ഓർമ്മ വരുന്നത്. അങ്ങനെ ഞങ്ങൾ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞാൻ അധികവും ഗുരുവായൂരിൽ പോയിട്ട് വരുമ്പം പോകുന്നതും എല്ലാം ട്രെയിനിന് ഇവിടെ ഇറങ്ങിയിട്ടാണ് ചിലപ്പോൾ പോകാറ്. ഇവിടുന്ന് കുറ്റിപ്പുറത്തുനിന്ന് ഗുരുവായൂരിലേക്ക് ഏകദേശം 1 മണിക്കൂറുണ്ട് ബസ്സിന്. അതുപോലെ തന്നെ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഗുരുവായൂരേക്ക് ഏകദേശം 1 കിലോമീറ്ററോളുണ്ട്. രണ്ടും കണക്ക് തന്നെയാണ് പരിധി എന്നാണ് എനിക്ക് തോന്നുന്നത്. ചെറിയൊരു വ്യത്യാസമുണ്ട് അപ്പുറത്ത്. എന്നാൽ കൂടുതൽ കംഫർട്ടബിളായിട്ട് തോന്നിയത് എനിക്ക് പട്ടാമ്പിയിലാണ് തോന്നിയത്. ഗുരുവായൂരിൽ നിന്ന് വരുമ്പോൾ ഗുരുവായൂരിലേക്ക് പോകുന്നതും എനിക്ക് തോന്നിയത് പട്ടാമ്പിയിൽ നിന്ന് പോകുന്നതായിരിക്കും ഉത്തമം എന്നാണ്. ആ കുറ്റിപ്പുറവും നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ കടന്ന് വീണ്ടും അതിസുന്ദരമായ ഗ്രാമത്തിലൂടെയുള്ള ഈ യാത്ര, ട്രെയിൻ യാത്ര ഒരു വല്ലാത്ത ഒരു അനുഭവം തന്നെയാണ്. ഇത് വല്ലാത്തൊരു ഫീലാണ്. തിരക്കൊന്നുമില്ല, കിടന്നിട്ട് വരെ പോകാം. കോഴിക്കോട് നിന്ന് ഇങ്ങോട്ടേക്ക് പിന്നെ തിരക്കേ ഇല്ല. രാവിലത്തെ പാസഞ്ചറാണല്ലോ വണ്ടി. അങ്ങനെ അടുത്ത സ്റ്റേഷനിലെത്തി. പരപ്പനങ്ങാടി, തിരൂർ, അങ്ങനെ ഓരോ മലപ്പുറം ജില്ലയിലെ പല പല സ്റ്റേഷനുണ്ട്. അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് തിരുനാവായ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെയാണ് ഇനി ജനുവരിയിൽ എല്ലാവരും വന്ന് ഇറങ്ങേണ്ടത് കുംഭമേള കാണാൻ, കുംഭമേളയിൽ പങ്കെടുക്കാൻ. ഇവിടെയെല്ലാം വമ്പിച്ച ജനത്തിരക്കായിരിക്കും. തിരുനാവായയിൽ പ്രശസ്തമായി അറിയപ്പെടുന്ന ഒരു റെയിൽവേ സ്റ്റേഷനും കൂടിയാകും ഭാവിയിൽ ഇത്, തിരുനാവായ റെയിൽവേ സ്റ്റേഷൻ. ഇത് മേൽപ്പാല ആണ് കാണുന്നത്. അങ്ങനെ ഈ സുന്ദരമായ ഈ നാട്ടിലേക്കൂടെയുള്ള യാത്ര കണ്ണൂർ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. ഇത് ഭാരതപ്പുഴയല്ല, ഇത് വയലാണ്. കൈപ്പാട് എന്ന് പറയും. നിങ്ങളുടെ നാട്ടിലെല്ലാം ഉണ്ടല്ലേ കൈപ്പാടുകൾ, അതുപോലെയുള്ള സ്ഥലമാണ് ഇത്. നെൽകൃഷിയുണ്ട്, എല്ലാ തരം കൃഷിയും ഇവിടെ സ്ഥിതി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്ന് മറ്റൊരു റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തൊരു ഭംഗിയാണ് ഈ റെയിൽവേ സ്റ്റേഷനൊക്കെ കാണാൻ അല്ലേ. നല്ലൊരു വൃത്തിയുണ്ട്. ആ വൃത്തിയാണ് അതിൻ്റെ പ്രധാനം. അതുപോലെ തന്നെ ആ റെയിൽവേ സ്റ്റേഷനിൽ കണ്ടോ ഒരു നായ
ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വേസ്റ്റ് ബോക്സ് തട്ടി താഴെയിട്ട് അതിൽ മണങ്ങി എടുക്കുന്ന കണ്ട ഒരു തുള്ളി വിശപ്പിന് വേണ്ടിയിട്ടാണ് ആ പാവം അതിൻ്റെ അകത്ത് മാന്തി എടുക്കുന്നത്. അപ്പം നമ്മളെ ഈ വേസ്റ്റുകൾ ഭക്ഷണ പദാർത്ഥങ്ങൾ ബാക്കി വരുന്നത് ഇതുപോലുള്ള ബോക്സുകളിൽ ഇടാതെ എവിടെയെങ്കിലും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പക്ഷികളായാലും ഇതുപോലെ നായകളായാലും വന്ന് കഴിച്ചോളും. അവർക്കത് ഒരു ആശ്വാസമാകും, വിശപ്പടക്കാൻ കഴിയും. ഇതാ മറ്റൊരു എനിക്ക് തോന്നിയ ഒരു ദയനീയ അവസ്ഥ കണ്ടോ, കംപ്ലീറ്റ് പ്ലാസ്റ്റിക് മാലിന്യ കൂമ്പാരങ്ങളിങ്ങനെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഇത് തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ്റെ പിറകിൽ വശത്താണ്. നമുക്ക് പ്ലാസ്റ്റിക്കാണ്, കംപ്ലീറ്റ് പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ്, എല്ലാവരും വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ. അങ്ങനെ കോഴിക്കോട് എല്ലാം കഴിഞ്ഞൊക്കെ നമ്മൾ തലശ്ശേരിയിലെത്തി. തലശ്ശേരി റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത്. നമ്മളെ വലിയ റെയിൽവേ സ്റ്റേഷനൊന്നുമല്ല, എന്നാലും വൃത്തിയുടെ കാര്യത്തിൽ എന്ന മുന്നിലാണ് റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ അതിലുള്ള രാവിലെ സുന്ദരമായ കാഴ്ചയില്ല. അങ്ങനെ പാസഞ്ചറൊന്നുമില്ല. ഈ വണ്ടി ഞാൻ ഇപ്പം പോകുന്ന ഈ വണ്ടിക്ക് മുന്നേ പിറകിലൊരു വണ്ടി ഉണ്ടായിരുന്നു. അത് കോഴിക്കോട് നിന്ന് നമ്മളെ വണ്ടിയെ മറികടന്ന് അത് മുമ്പിൽ പോയി ഒരു കാമണിക്കൂർ മുന്നേ. അപ്പോൾ അതുകൊണ്ട് ഈ വണ്ടിക്ക് ആളില്ല ഇവിടുന്ന് കയറാൻ വേണ്ടിയിട്ട്. കാരണം ഇനി അടുത്ത ഒറ്റ സ്റ്റോപ്പേ ഉള്ളൂ, തലശ്ശേരി കഴിഞ്ഞാൽ കണ്ണൂരാണ്. അപ്പോൾ എല്ലാവരും ആ മറ്റേ വണ്ടിക്ക് ഇൻ്റർസിറ്റി എക്സ്പ്രസ്സാണ്, അതിന് കയറിപ്പോയി. എറണാകുളം കണ്ണൂർ അതിന് കയറിപ്പോയി. അങ്ങനെ ഞങ്ങൾ തലശ്ശേരി കഴിഞ്ഞ് അങ്ങനെ കണ്ണൂരിലെത്താൻ വേണ്ടി പോകുന്നു. കണ്ണൂർ എത്തി മക്കളെ. കണ്ണൂർ ബസ് സ്റ്റാൻഡാണ്, KK ബസ് സ്റ്റാൻഡാണ്, പുതിയ ബസ് സ്റ്റാൻഡാണ് ആ കാണുന്നത്. പക്ഷെ അതിപ്പോൾ കാണുന്നില്ല, മരങ്ങളെല്ലാം വലുതായതുകൊണ്ട് കംപ്ലീറ്റ് കാടാണ്. അല്ലെങ്കിൽ മറ്റ് ശരിക്കും ക്ലിയറിൽ കാണാം. അതിൻ്റെ നേരെ വലതുവശത്ത് സർവകലാശാലയാണ്, കണ്ണൂർ യൂണിവേഴ്സിറ്റിയാണ്. അത് നേരെ വലത് ഭാഗത്താണ് കേട്ടോ. ഇതിപ്പം നമ്മൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറി പോകുന്ന രംഗമാണ് ഈ കാണുന്നത്. അതാ പറഞ്ഞ ട്രെയിൻ യാത്രകളെല്ലാം അതിസുന്ദരമാണ്. കണ്ടോ, ഇതാണ് താവക്കര റോഡ്. താവക്കര റോഡാണ്. ഒന്ന് പുതിയ സ്റ്റാൻഡിലേക്ക് പോകുന്നു, ഒന്ന് പ്രഭാത് പോകുന്നു, ഒന്ന് പ്ലാസ ഭാഗത്ത് പോകുന്നു, ഒന്ന് മുനീശ്വരൻ കോവിൽ ഭാഗത്തേക്ക് പോകുന്നു, ഒന്ന് സ്റ്റേഡിയം ഭാഗത്തേക്ക് പോകുന്നു. അങ്ങനെ പല പല റോഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുമ്പം സാമാന്യം കുറച്ച് വലിപ്പമുള്ളതാണ്. 4-ാം പ്ലാറ്റ്ഫോമില്ല, പക്ഷെ 4-ാം പ്ലാറ്റ്ഫോം ആക്കിയാൽ അതിനുള്ള സൗകര്യങ്ങളുണ്ട് ഇവിടെ. അത് നിലവിൽ വന്നാൽ ഇഷ്ടംപോലെ വാഹനങ്ങൾ വണ്ടികൾ പാർക്ക് ചെയ്യുക. ഇപ്പോൾ തന്നെ വണ്ടികൾ നിറഞ്ഞിരിക്കുന്നുണ്ട് എല്ലാ ട്രാക്കിലും, കണ്ണൂരിൽ നിന്ന് പോകേണ്ടതും അല്ലാത്തതുമായ വണ്ടികൾ. അപ്പോൾ 4-ാമത്തെ പ്ലാറ്റ്ഫോമും കൂടി കഴിഞ്ഞാൽ കൂടുതൽ സൗകര്യം കണ്ണൂരിന് ലഭിക്കും. കോഴിക്കോട് കഴിഞ്ഞാൽ കണ്ണൂരാണ് മെയിൻ റെയിൽവേ സ്റ്റേഷൻ. കണ്ടോ അവിടെ മെമു അവിടെ നിർത്തിയിട്ടിട്ട് കണ്ടോ. അതിന് വൈകുന്നേരം പോകത്തുള്ളൂ, 5 മണിക്കങ്ങറ്റ പോകുന്ന വണ്ടിയാണ് മെമു. ഇപ്പം നമ്മൾ വന്നതിൻ്റെ ട്രാക്കിൽ 2-ാമത്തെ ട്രാക്കാണ്. അപ്പോൾ ഇവിടെ വലത്ത് ഭാഗത്തെ ട്രാക്കുകളിലെല്ലാം വണ്ടികൾ ധാരാളം ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാം. ഞാൻ ഈ വണ്ടി ഇറങ്ങിയിട്ട് സ്റ്റെപ്പ് കയറി മേലെ പോകുമ്പോൾ എടുത്തതാണ്. അത് നിങ്ങൾക്ക് കാണാം. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ നല്ല വൃത്തിയാണ്. റെയിൽവേ സ്റ്റേഷന് പുറത്തോ വൃത്തികേടുള്ളൂ. എല്ലാവരും യാത്രയിലാകുമ്പോൾ പ്ലാസ്റ്റിക് സഞ്ചിയും ബോട്ടിലെല്ലാം വലിച്ചെറിയും, അതാണ് പ്രശ്നം. പക്ഷേ റെയിൽവേ സ്റ്റേഷനകത്ത് എല്ലാവരും ഡീസൻ്റ് ആകും. അതായത് ബാസ്ക്കറ്റ് ബോക്സിൽ കൊണ്ടുപോയിടും. പക്ഷേ യാത്ര തുടർന്ന് കഴിഞ്ഞാൽ എല്ലാവരും വലിച്ചെറിയുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതൊരിക്കലും ചെയ്യരുത്. നമ്മളിലൂടെ ഓരോരുത്തരും വൃത്തി എന്താണെന്ന് മനസ്സിലാക്കുക. നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുക. എന്നാൽ തന്നെ സമൂഹം നന്നാവും, നാട് നന്നാവും. അങ്ങനെ വണ്ടി എത്തി ഇറങ്ങി ഞാൻ നടന്നു ആ സ്റ്റെപ്പ് കയറാൻ വേണ്ടി പോകുന്നു. സ്റ്റെപ്പ് കയറി കണ്ടോ,
വണ്ടിയെല്ലാം ഒരുപാട് നിർത്തിയിട്ടിട്ടുണ്ട് അപ്പുറത്തെ ട്രാക്കിലും എല്ലാം. അങ്ങനെ പുറത്തേക്കുള്ള വഴിയാണ് മക്കളെ. ബാക്കി വിശേഷങ്ങൾ ഇനി അടുത്ത വീഡിയോയിൽ. ഓക്കെ, ബൈ.